അധികാരദണ്ഡുമായി കോയ്മ. കണ്ണൻ്റെ ശിവേലി സമയത്ത് അധികാരത്തിൻ്റെ അംശവടിയുമായി മുന്നിൽ നീങ്ങുന്ന ഒരാളുണ്ട്. കോയ്മ എന്നാണ് സ്ഥാനപ്പേര്. പണ്ടുകാലത്ത് കോയ്മ സൂപ്രണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കണ്ണൻ്റെ നിത്യനിധാന ചടങ്ങുകൾ മേൽക്കോയ്മയോടെ നിയന്ത്രിക്കുന്ന ചുമതലയാണിത്. മറ്റൊരു ക്ഷേത്രത്തിലും അത്ര കേട്ടിട്ടില്ലാത്ത പൗരാണിക തസ്തിക. സാമൂതിരിപ്പാട് ഏൽപ്പിച്ചുപോയ അധികാരദണ്ഡിനു ഗുരുവായൂരിൽ ഇന്നും പ്രസക്തിയുണ്ട്. അറ്റത്ത് മണിയും ഇടഭാഗങ്ങളിൽ വെള്ളിയും കെട്ടി അലങ്കരിച്ച ഘനമുള്ള ചൂരലാണിത്. ശീവേലി സമയത്ത് മേൽശാന്തി ഹവിസു തൂവി പുറത്തു വരുമ്പോൾ ഒപ്പം അധികാരദണ്ഡുമായി കോയ്മ ഉണ്ടാകും. മേൽശാന്തിക്ക് സുരക്ഷയൊരുക്കലാണ് ധർമ്മം. ക്ഷേത്ര ചടങ്ങുകൾ സമയക്രമമനുസരിച്ച് നടക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും അശുദ്ധി വരാതെ സംരക്ഷിക്കുകയുമാണ് കോയ്മയുടെ പ്രധാന ചുമതല. വെളുപ്പിന് 2-ന് ക്ഷേത്രത്തിലെത്തണം. നിർമ്മാല്യത്തിന് നേരമായാൽ സോപാനപ്പടിക്ക് താഴെ നിന്ന് മണിയടിക്കണം. എങ്കിലേ മേൽശാന്തി ശ്രീലകവാതിൽ തുറക്കൂ. പണ്ടൊക്കെ നട തുറക്കാം എന്ന് ഉറക്കെ പറഞ്ഞ് അനുവാദം കൊടുക്കുകയായിരുന്നു പതിവ്. ഇന്നത് ഹരേ എന്ന് നാമം ചൊല്ലുകയാണ്. നിർമ്മാല്യത്തിനായി വലിയ നാഴികമണി 3 അടിക്കാനും കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്കു തുറന്നു കൊടുക്കാനും കോയ്മയുടെ ആംഗ്യമോ അറിയിപ്പോ കിട്ടണം. രാവിലെയും ഉച്ചതിരിഞ്ഞുമുള്ള ശീവേലി പ്രദക്ഷിണം കഴിഞ്ഞ് സ്വർണ്ണത്തിടമ്പുമായി ശാന്തിയേറ്റ കീഴ്ശാന്തി ആനപ്പുറത്തു നിന്ന് ഇറങ്ങി വരുമ്പോഴും കോയ്മയുടെ പങ്ക് പ്രധാനമാണ്. എഴുന്നള്ളിക്കാം എന്നു പറഞ്ഞാലേ സ്വർണ്ണത്തിടമ്പ് ശ്രീലകത്തേക്ക് കൊണ്ടുപോകൂ. ഗുരുവായൂരിൽ 2 വിഭാഗം കോയ്മമാരുണ്ട്. അകം കോയ്മ, പുറം കോയ്മ. ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങളൊക്കെ അകം കോയ്മയ്ക്കാണ്. കണ്ണൻ്റെ നിവേദ്യങ്ങളുടെയും മറ്റ് നിത്യനിധാന കാര്യങ്ങളുടെയും കണക്കുപുസ്തകം കോയ്മയുടെ കയ്യിലുണ്ടാകണം എന്നാണ് പറയാറ്. അകം കോയ്മയായി 2 പേരുണ്ട്. ചോറൂണ്, കല്യാണം, വാഹനപൂജ എന്നിവ നിർവഹിക്കാനുള്ള കോയ്മമാരായി 10ഓളം പേരും.